എൻ്റെ പേര് വത്സ ഷിജു. ഞാൻ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു. ഇടക്കൊച്ചി സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. ഞാൻ 18/1/2019 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 7ാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ 23 പ്രാവശ്യമാണ് പുതുക്കിയിട്ട് നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടി 2019. അന്ന് കിട്ടിയപ്പോൾ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് അലർജി എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല. അത് ഏതാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അലർജിക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ അലർജി, അങ്ങനെ പല വിധത്തിലെ പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. പക്ഷേ ഈ കൃപാസനത്തിലെ മറ്റേ നമ്മുടെ വിശുദ്ധ തൈലം, അതുപോലെ ഉപ്പ്, ഇതൊക്കെ ഉപയോഗിച്ചത് വഴി ആ അലർജി ഇപ്പോൾ 6-7 വർഷത്തിലധികമായിട്ട് ഇപ്പം എനിക്കതൊന്നുമില്ല. ഇപ്പം എന്ത് ഭക്ഷണം പോലും കഴിക്കാം. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് വിദേശത്ത് പോകാനായിട്ടാണെങ്കിലും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അതുപോലെ ലോണിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ ഉടമ്പടി നിയോഗത്തിലൂടെയാണ് എനിക്ക് എൻ്റെ പരിശുദ്ധമ്മ സാധിച്ചത്. ആദ്യം ഞാൻ ഉടമ്പടിയിൽ ഭൗതിക നേട്ടങ്ങളായിരുന്നു വെച്ചത്, ഭൗതിക ആവശ്യങ്ങൾ, അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. എൻ്റെ ഭൗതിക ആവശ്യങ്ങളെല്ലാം എൻ്റെ പരിശുദ്ധമ്മ അറിഞ്ഞ് എനിക്ക് തരുന്നുണ്ട്. ഞാനിപ്പോൾ ആത്മീയ കാര്യങ്ങളാണ് വെക്കാറുള്ളത്. അത് എൻ്റെ അമ്മ നടത്തി തരും. നാളെക്കുറിച്ചുള്ള ഒരു പേടിയും ഭയമൊന്നും എനിക്കില്ല. കാരണം വെച്ചാൽ അമ്മയ്ക്കറിയാം എല്ലാ കാര്യങ്ങളും. അമ്മ ഈശോയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയുന്നത്, എനിക്ക് ഒരു മാസത്തോളം അധികമായിട്ട് നടുവേദന എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള നടുവേദനയാണ്. എനിക്ക് എണീക്കാനോ നടക്കുവാനോ കിടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു നടുവേദനയായിരുന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ മരുന്ന് തന്നു. എങ്കിലും പറഞ്ഞത് റെസ്റ്റ് എടുക്കുക, അല്ലാണ്ട് മാറാൻ സാധിക്കില്ല. മരുന്ന് കഴിച്ചാലും ഇഞ്ചക്ഷൻ ചെയ്താലും അപ്പോഴത്തേക്ക് ഒരു ആശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറെ പ്രതിവിധിയൊന്നുമില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക, താൻ പരമാവധി റെസ്റ്റ് എടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിങ്ങനെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ദിവ്യബലി മുടങ്ങിപ്പോകും. എനിക്ക് എൻ്റെ ഈശോയോട് അത്രയും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് വേറെ ഒരിടത്തും പോകണ്ട, ഒന്നും ചെയ്യണ്ട, എനിക്ക് ദിവ്യബലി മുടക്കാൻ സാധിക്കില്ല അമ്മേ, എനിക്കതിനുള്ള ഒരു കൃപ തന്നാൽ മതി, എനിക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കും. ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്, കുളിക്കാറുണ്ട്, കുടിക്കാറുണ്ട്. ഇതൊക്കെ എല്ലാം ഉപയോഗിച്ച് എൻ്റെ ഫലമായിട്ട് പതുക്കെ നടുവേദനയിൽ നിന്നും പൂർണ്ണമായിട്ട് എനിക്ക് വിടുതൽ നൽകി പരിശുദ്ധ അമ്മ. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണല്ലോ അമ്മ, എന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ മുകളിൽ പണയത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുടുംബം മൂലം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും, ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയും ബഹളം ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വേറെ കടങ്ങളുള്ളത് കൊണ്ട്, പണയത്തിനായതുകൊണ്ട് അവരെ മാറ്റുവാനായിട്ട് എനിക്ക് വേറൊരു വഴിയുമില്ലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞത്, എന്തെങ്കിലും ഒരു പ്രതിവിധി എനിക്ക് ചെയ്തു തരണം. ഞാൻ നമ്മുടെ ഉടമ്പടി ഉപ്പ് ആ വീടിൻ്റെ വാതിക്കൽ കൊണ്ട് ഇട്ടിരുന്നു, അങ്ങോട്ട് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു കുടുംബം എനിക്ക് ആ കാശ് എനിക്ക് കടമായിട്ട് തന്നു. അവരെനിക്ക് മാറ്റുവാൻ സാധിച്ചു. ഇപ്പോൾ എനിക്കത് ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിച്ചു. അതുമൂലം എനിക്കൊരു വരുമാന മാർഗവുമായിട്ട് പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, എനിക്ക് അത് നടത്തി തന്നു. അതുപോലെ തന്നെ 3ാമത്തെ അനുഗ്രഹമായിട്ട് തന്നത്, ഞാൻ ബസ്സിൽ കയറാനായിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു കല്ല്, ഒരു ബസ് വന്ന് നിന്നു. അതിൻ്റെ ടയറ് ഒരു വലിയൊരു കല്ലിൽ കയറി. അത് വലിയൊരു കല്ലെന്ന് പറഞ്ഞാൽ അത്രയും വലിയ കല്ലായിരുന്നു. അതിൻ്റെ നേർക്കാണ് വന്നത്. പക്ഷേ അത് പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞല്ലോ, ആ കല്ല് എൻ്റെ നേർക്ക് വരുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ ആരോ തട്ടി മാറ്റിയ പോലെ തന്നെ അതെൻ്റെ നിന്ന് എടുത്ത് മാറ്റി. കാരണം ആ കല്ല് എൻ്റെ നേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാല് തകർന്നു പോകുമായിരുന്നു. ആ ഒരവസ്ഥയിലാണ്. പക്ഷേ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടിന് പുറത്ത് എവിടെ പോയാലും നമ്മുടെ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ കാശ് രൂപം എന്നും എൻ്റെ കയ്യിലുണ്ടാകും. പിന്നെ അതുപോലെ ജപമാല എന്നും കയ്യിലുണ്ടാകും. ഇതെല്ലാം എടുത്താണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. ആ ഒരു സംരക്ഷണം കൊണ്ട് മാത്രമാണ് ആ ഒരു വലിയ അപകടത്തിൽ നിന്നും എൻ്റെ പരിശുദ്ധമ്മ എന്നെ രക്ഷിച്ചത്. അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശത്തായിട്ട് പാമ്പിൻ്റെ ശല്യമായിരുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വീടിന് ചുറ്റും ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഏത് രാത്രിയാണെങ്കിലും പുറത്തിറങ്ങിയാലും ഒരു പ്രശ്നവുമില്ല. അതുപോലുള്ള ഒരവസ്ഥ എൻ്റെ അവസ്ഥയിൽ നിന്നും എൻ്റെ പരിശുദ്ധമ്മ എന്നെ രക്ഷിച്ചു. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലാണെങ്കിലും ഞാനിപ്പോൾ ഭൗതിക കാര്യങ്ങളൊന്നും എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെക്കാറില്ല. കാരണം എൻ്റെ പരിശുദ്ധമ്മയ്ക്ക് അറിയാം
എല്ലാ കാര്യങ്ങളും അമ്മ നിറവേറ്റി ഇതുവരെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പോലും എനിക്ക് ഭയമില്ല. ഉടമ്പടി ഞാൻ 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുതുക്കിയില്ലെങ്കിൽ 91-ാം ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് വല്ലാത്തൊരു വീർപ്പ് മുട്ടുന്ന പോലെ ആയിരിക്കും. ഞാൻ 91-ാമത്തെ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കും. ആ ഉടമ്പടി ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഇവിടുത്തെ പത്രം വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടുപോയാണ് കൊടുക്കാറുള്ളത്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എല്ലാവരോടും പറയുകയും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത്, ആരെ കണ്ടാലും വഴിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആരെ കണ്ടാലും അവർക്ക് വേണ്ടുന്നത് എന്താണെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിലാണെങ്കിലും മരുന്ന് വാങ്ങുവാൻ വഴിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ആരെ കണ്ടാലും അവർക്ക് സഹായം ചെയ്യാറുണ്ട്. ഈശോയിൽ നിന്ന് അമ്മ വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ആത്മീയ ജീവിതമെന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടാറുണ്ട്, അത് ചെയ്യാറുണ്ട്. അതുപോലെ യൂട്യൂബിലെ നമ്മുടെ അച്ഛൻ്റെ ധ്യാനം അതും മുടങ്ങാതെ കൂടാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ബൈബിൾ വായന അരമണിക്കൂറല്ല 1 മണിക്കൂർ കൂടുതലധികം വായിക്കാറുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ മറ്റുള്ളവർ എന്ത് വേദനകളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞാലും അതൊക്കെ അവരെ സമാധാനപ്പെടുത്തി സാന്ത്വനപ്പെടുത്തി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ സഹായിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഇനി നിത്യത വരെ ഈ ഉടമ്പടിയിൽ തുടരുവാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് വത്സല ഷിജു തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ 7ാമത്തെ സാക്ഷ്യമാണ് നമ്മൾ ഈ അൾത്താരയിൽ കേൾക്കുക. ഈ അമ്മ ഇടയ്ക്ക് പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്: ഭൗതികമായ കാര്യങ്ങൾ ഞാനിപ്പോൾ ഉടമ്പടിയിൽ വയ്ക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഈ ഉടമ്പടിയിൽ 7ാമത്തെ സാക്ഷ്യം പറയുമ്പോഴും ഉണ്ടാകുന്നൊരു വലിയ ബോധ്യമെന്ന് പറയുക, ഭൗതിക നേട്ടങ്ങളെക്കാളുപരി ആത്മീയമായ ദൈവത്തിലേക്ക് തന്നെ അടുപ്പിക്കുന്ന ജീവിത അന്തസ്സിനെയാണ് ആത്മീയമ്മ ഒരുക്കം നൽകുന്ന ജീവിതത്തിലേക്കാണ് ഈ അമ്മ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വേണമെങ്കിലും അത് പൂർണ്ണമായിട്ടും അമ്മയോട് ചേർന്നുകൊണ്ട് വലിയൊരു സൗഖ്യമായിട്ട് ഈ അമ്മക്ക് ലഭിക്കുക. നടുവേദന പൂർണ്ണമായിട്ടും ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടായിട്ടും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചപ്പോഴും അത് പൂർണ്ണമായൊരു സൗഖ്യം നൽകി അമ്മ മാതാവ് അനുഗ്രഹിക്കുക. അതുപോലെ തന്നെ തനിക്കുണ്ടാകുന്ന നിരവധിയായ അപകടങ്ങൾ, അത് കാലിലുണ്ടായേക്കാവുന്ന ക്ഷതങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ പാമ്പിനെ ചൊല്ലിയുള്ള ഒരു ഭയങ്ങളാണെങ്കിലും അതെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം കീഴിൽ ഈ അമ്മയ്ക്ക് സുരക്ഷിതത്വം ലഭിച്ചു എന്നുള്ളത് ഈ അമ്മയുടെ വാക്കുകൾ തന്നെ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ അമ്മയുടെ വാക്കുകൾ ഈ അർത്ഥാനയ്ക്ക് മുമ്പിൽ അമ്മയെ സാക്ഷിയായിട്ട് മാറ്റുക. ഭൗതിക നേട്ടങ്ങളെക്കാളുപരി പരിശുദ്ധ അമ്മയെ തിരിച്ചറിയുവാനും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ അറിയാനുള്ള വലിയ അനുഗ്രഹവും കൃപകളും തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അമ്മയെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ അവിടുത്തെ പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.